റൈസ് ഓൺ ജന്തർ മന്ദർ എന്ന് പറയുന്ന ഈ സമയത്ത് ഇന്ത്യയിൽ മറ്റൊരു വലിയ അതിജീവന സമരവും നിശബ്ദമായി നടക്കുന്നുണ്ട്. മധ്യപ്രദേശിലെ ആദിവാസികളുടെയും കർഷകരുടെയും ജീവിതവും ഭൂമിയും കാടും സംരക്ഷിക്കാനുള്ള പോരാട്ടമായ കെൻ ബേത്വ സമരവും ചിത ആന്തോളൻ പ്രതിഷേധവുമാണത്. ജന്തർ മന്ദറിലെ പ്രതിഷേധം ദേശീയ ശ്രദ്ധ നേടുമ്പോൾ ഈ സമരത്തെക്കുറിച്ച് രാജ്യത്തെ വലിയൊരു വിഭാഗം ആളുകൾ കേട്ടിട്ട് പോലുമില്ല. ദേശീയ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ വേണ്ടത്ര ഇടം ലഭിക്കാത്തതിനാൽ തന്നെ ഈ പോരാട്ടം പൊതു ചർച്ചകളിൽ നിന്ന് ഏറെ അകലെയുമാണ്. എന്നാൽ വാർത്തകളിൽ ഇടം കിട്ടാത്തത് കൊണ്ട് ഒരു സമരത്തിന്റെ പ്രാധാന്യം കുറയുന്നില്ലല്ലോ. ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് ഗോണ്ട് കോൾ വിഭാഗങ്ങളിലെ ആദിവാസി സ്ത്രീകളാണ്. സർക്കാർ നടപ്പാക്കാൻ പോകുന്ന കെൻ ബേത്വ നദി സംയോജന പദ്ധതിക്കെതിരെയാണ് ഈ പ്രതിഷേധവും. വരൾച്ച അനുഭവിക്കുന്ന ബേത്വ മേഖലയിലേക്ക് കെൻ നദിയിലെ വെള്ളം എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യവും. അങ്ങനെ ചെയ്താൽ വരൾച്ചയ്ക്ക് പരിഹാരമാകുമെന്നാണ് സർക്കാർ പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ പ്രോമിസിംഗ് ആയി തോന്നുന്ന ഒരു പദ്ധതിയാണിത്. എന്നാൽ ഈ പദ്ധതി നടപ്പിലായാൽ ഒരുപാട് ഭൂമിയും വനപ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകും. അതോടെ അവിടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആദിവാസി കുടുംബങ്ങൾക്ക് തങ്ങളുടെ ഭൂമിയും കാടും ഗ്രാമങ്ങളും ഉപേക്ഷിച്ച് കുടിയേറേണ്ടി വരും. തലമുറകളായി തങ്ങൾ ജീവിച്ച മണ്ണും ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെടും. ഈ ആശങ്കയാണ് പ്രതിഷേധമായി മാറിയിരിക്കുന്നത്. ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അണക്കെട്ട് നിർമ്മിച്ചാൽ ഏകദേശം 9,000 ഹെക്ടർ ഭൂമി വെള്ളത്തിനടിയിലാകുമെന്നാണ് കണക്കാക്കുന്നത്. അതിൽ പന്ന ടൈഗർ റിസർവിന്റെ വലിയൊരു ഭാഗവും ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ 10 ഗ്രാമങ്ങൾ പൂർണ്ണമായും മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. 2026 ഏപ്രിൽ 8-നാണ് ഈ സമരം ദേശീയ ശ്രദ്ധ നേടുന്നത് തന്നെ. നൂറുകണക്കിന് പ്രതിഷേധക്കാർ കെൻ നദീതീരത്ത് ചിതകളിൽ കിടന്ന് പ്രതിഷേധിച്ചു. അതുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിന് ചിത ആന്തോളൻ എന്ന പേര് ലഭിച്ചത്. തങ്ങളുടെ ജീവിതം അവിടുത്തെ മണ്ണുമായി എത്രത്തോളം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവരുടെ ശരീരങ്ങൾ പ്രതിഷേധത്തിന്റെ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാർ ഉൾപ്പെടെയുള്ള ഗ്രാമീണരാണ് മുള കൊണ്ട് നിർമ്മിച്ച മഞ്ചകളിൽ പൂർണ്ണമായും നിശ്ചലരായി കിടന്ന് പ്രതിഷേധിക്കുന്നതും. ചിത ആന്തോളനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സമരം. പ്രതിഷേധക്കാർ മിട്ടി ആന്തോളൻ എന്ന പേരിൽ നദീതീരത്തെ മണ്ണ് ശരീരത്തിൽ പൂശി പ്രതിഷേധിക്കുന്നുണ്ട്. ജൽ ആന്തോളൻ എന്ന പേരിൽ മണിക്കൂറുകളോളം അരപ്പൊക്ക വെള്ളത്തിൽ നിൽക്കുകയും കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മണ്ണും ഈ നദിയും ഇല്ലാതെ തങ്ങൾക്ക് ജീവിതമില്ല എന്ന സന്ദേശമാണ് അവർ ഈ സമരം വഴി ലോകത്തോട് പറയുന്നത്. വീടുകൾ മറ്റൊരിടത്ത് പണിയാം, എന്നാൽ തലമുറകളായി കൈമാറിയ ജീവിത രീതിയും സംസ്കാരവും പ്രകൃതിയുമായുള്ള ബന്ധവും മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. പഴയകാല പരിസ്ഥിതി പ്രക്ഷോഭങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഈ സമരത്തിന് അതിവേഗ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും ഒരു തടസ്സം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജന്തർ മന്ദറിൽ യുവാക്കൾ പോരാടുന്നത് വിദ്യാഭ്യാസത്തിനും നീതിക്കും വേണ്ടിയിട്ടാണെങ്കിൽ മധ്യപ്രദേശിൽ ആദിവാസികൾ പോരാടുന്നത് അവരുടെ മണ്ണിനും നദിക്കും ജീവിത രീതിക്കും വേണ്ടിയിട്ടാണ്. ഒന്നിൽ നഷ്ടമാകുന്നത് ഒരു തലമുറയുടെ ഭാവിയും മറ്റൊന്നിൽ നഷ്ടമാകുന്നത് ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവുമാണ്. കാരണങ്ങൾ വ്യത്യസ്തമാണെങ്കിലും രണ്ടിന്റെയും സന്ദേശം ജനങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് തന്നെ.